ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല പച്ച മസാലയിൽ ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ വാച്ച് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ സാധാരണ ഫിഷ് ബിരിയാണി മസാലയിനെക്കാട്ടും വ്യത്യസ്തമായൊരു മസാലയാണ്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്ത് അഭിപ്രായം അറിയിക്കണേ. ഫിഷ് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് ഇതെല്ലാം നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് ഇതിലേക്ക് 1 സ്പൂൺ വിനേഗറും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കി മാറ്റി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ മസാല നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ച ഈ മസാലയിലേക്ക് നമ്മുടെ ഫിഷ് ഇട്ടിട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം. മാഗ്നേറ്റ് ചെയ്ത ഈ ഫിഷിനെ നമുക്ക് ഷാലോ ഫ്രൈ ആക്കി എടുക്കാം. മാഗ്നേറ്റ് ചെയ്ത് വെച്ച ഫിഷ് നമുക്കൊരു തവയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഫിഷ് 2 സൈഡും നന്നായി മൊരിച്ചിട്ട് മാറ്റി വെക്കുക. ഇനി ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. മസാലയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കടായിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നന്നായി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി വഴറ്റുക. ഈ ഒരു പാകത്തിന് നമ്മളെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക. വാടി വന്ന ഉള്ളിയിലേക്ക് 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒന്ന് നന്നായി കുക്ക് ചെയ്ത് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഫിഷ് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി അരച്ച അരപ്പിൻ്റെ ബാക്കി ഒഴിക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ച മണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു പൊടികളും ആഡ് ചെയ്യേണ്ട. ഇതാണ് ഈ ഒരു മസാലയുടെ പ്രത്യേകത. നമ്മൾ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യാതെ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. യോഗേർട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്തെടുത്ത മസാലയാണിത്. നല്ല ടേസ്റ്റി മസാല. ഇനി ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കാം. റൈസിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. ഞാനിവിടെ റൈസ് ഉണ്ടാക്കുന്നത് ഒരു കുക്കറിലാണ്. അപ്പോൾ കുക്കറിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും ഇട്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി മാറ്റി വെച്ച അരിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരു 2 വിസിൽ വരുന്നവരെ നന്നായി കുക്ക് ചെയ്തെടുക്കാം. റൈസ് ഇത് നന്നായി പാകത്തിനിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാഫ്രോണിലേക്ക് കുറച്ച് വിനേഗർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇതിലേക്ക് കുറച്ച് ഫ്രൈഡ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. സെക്കൻഡ് ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. വീണ്ടും സാഫ്രോൺ ചേർത്ത് കൊടുക്കാം. സെക്കൻഡ് ലെയർ ആയിട്ട് നമ്മുടെ ഓണിയൻ ഒന്നും കൂടിയും ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ദം ചെയ്ത് എടുക്കുക. 2 മിനിറ്റിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഇതേപോലെ തന്നെ വെക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതിനെ സെർവ് ചെയ്യാം. നമ്മുടെ ബിരിയാണി ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയും എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.